മോളിനെ ഒന്നും പറയണ്ട. ഓ, അവർ പക്കത്തില്ല. അതെ. നമസ്കാരം. 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 പെട്ടെന്നുള്ള ഒരു തീരുമാനമായതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ ഒരുങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഒരു പെണ്ണ് കാണലിന് ഇത്രയും വലിയ ഒരുക്കമൊക്കെ എന്തിനാ സുജാതെ? വന്നു കയറിയ മര്യാദയ്ക്ക് ഒരു ചായ തരണം, കാര്യങ്ങൾ സംസാരിക്കണം, ഇവര് തമ്മിലൊന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. ഇവനോട് പെണ്ണ് കെട്ടാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. മിക്കവാറും ഞങ്ങളുടെ സംസാരം തുടങ്ങുമ്പോ ഇവൻ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കയറും. വെയിറ്റ് ചെയ്യാനും പറയും. ആ വെയിറ്റ് ചെയ്യുന്നതിന്റെ ഇടയില് ആ പ്രോജക്റ്റ് തീർത്ത് ഇവൻ മറ്റൊന്ന് കയറിയിട്ടുണ്ടാവും. അതെ, ബിസിനസിന്റെ സ്വഭാവം അതല്ലേ. നമുക്കൊരു വളർച്ചയുള്ള സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ. എടാ, ഒരു 5 മിനിറ്റ് കൂടി. അച്ഛാ, പറ്റില്ല. മീറ്റിങ്ങിന് ഒരുപാട് പേരുണ്ട്. അറ്റൻഡ് ചെയ്തേ പറ്റൂ. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എമർജൻസി കോളുണ്ട്. അറ്റൻഡ് ചെയ്തേ പറ്റൂ. ശരി. വേറൊന്നും തോന്നരുത് കേട്ടോ. അവന്റെ കമ്പനിയുടെ ഏതോ വലിയ മീറ്റിംഗാ. ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ തന്നെ അവൻ പറഞ്ഞിരുന്നു, ഏത് കണ്ടീഷനായാലും അറ്റൻഡ് ചെയ്തേ പറ്റൂ, തടസ്സമൊന്നും പറയരുതെന്ന്. ജോലിയിൽ കൃത്യത കാണിക്കുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? വിളിക്കാം. അവൻ ഞങ്ങൾക്ക് ഒറ്റ മോന. വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയും കൂടി ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാനാ അവന്റെ താല്പര്യം. அது நல்லா இருக்கம்மா, நல்லா இருக்கு. அல்ல, இப்ப எல்லாருக்கும் வெளிநாட்டு போன தானே பிரியா, அதுதான் இப்படி சொல்ல. അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആദ്യമോനെ വിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താ നീ പറയുന്നത്? ഇവിടെ ഇതൊക്കെ വെറുതെ പറയുന്നത് കേട്ടോ. അല്ലമ്മേ, ആദ്യമോൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ബന്ധം ആലോചിച്ചാൽ മതി. என்னம்மா இது? സോറി, സത്യത്തിൽ രാകേഷിൽ നിന്നൊരു മീറ്റിംഗ് ഉണ്ടായത് നന്നായി. ഇവര് തമ്മിൽ കാണേണ്ടിയും സംസാരിക്കേണ്ടിയും വന്നില്ലല്ലോ. എന്തു പറ്റി? പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ സ്ത്രീധനമൊന്നും ചോദിക്കരുതെന്ന് മനസ്സിൽ കരുതിയതുമാണ്. പക്ഷേ ഇത് ശരിയാവില്ല. ഈ കുഞ്ഞിനെ എന്തു പറഞ്ഞാ രാകേഷ് വളർത്തേണ്ടത്? അതെ, നമുക്കിറങ്ങാം. ഇല്ല, ഇരിക്കൂ. ഇവിടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. വേണ്ട, ഇത് എത്ര സംസാരിച്ചാലും എത്ര ദൂരം പോകുന്ന നമുക്ക് ഊഹിക്കാലോ. പിന്നൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്ന എന്തിനാ? ഞങ്ങൾ ഇറങ്ങുക. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ്. സുജാതയുടെ മകനൊരു പെണ്ണാലോചിക്കുമ്പോ ആ പെൺകുട്ടിയുടെ കൂടെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും തോന്നില്ലേ? ഞങ്ങൾക്ക് ഒറ്റ മോനേ ഉള്ളൂ. ശരി,
ബാ. ഉം. ഹലോ ഹലോ ഡാ ജീവ, ഞാൻ രാകേഷടാ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഓർമ്മയില്ലേ? ആ ഓർമ്മയുണ്ട്. എന്താടാ? നീ അന്ന് പറഞ്ഞത് നിന്റെ ഭാര്യ മരിച്ചുപോയിന്നല്ലേ? അതെ. അത് തെറ്റാണ്. നിന്റെ ഭാര്യ മരിച്ചിട്ടൊന്നുമില്ല, ജീവിച്ചിരിപ്പുണ്ട്. എവിടെ? നീ അവളെ കണ്ടോ? നിന്റെ ഭാര്യ ജീവനോടെ ഉണ്ട്. അത് നിന്റെ അമ്മയ്ക്കും അറിയാം. നിന്റെ അമ്മ എന്തിനാ മറച്ചു വെക്കുന്നെന്ന് അറിയില്ല. ശരിടാ, ഞാൻ വിളിക്കാം. അമ്മ കള്ളമാണ് പറഞ്ഞത്. അമ്മ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കള്ളമാണ്. സത്യം പറയിക്കാനുള്ള വഴി എനിക്കറിയാം.